ഹായ് ഫ്രണ്ട്സ്, സ്കൂൾ തല അക്ഷരമുറ്റ ക്വിസ് മത്സരമാണ് സെപ്റ്റംബർ 16 നടക്കുന്നത്. അപ്പോൾ അതിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോ. ഇത് പാർട്ട് 1 ആണ്. ഇതിൽ 50 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാർട്ട് 2 ഉടൻ തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1945 ഓഗസ്റ്റ് 9 അമേരിക്ക നാഗസാക്കിയിൽ വർഷിച്ച ബോംബിൻ്റെ പേര് ഫാറ്റ് മാൻ. സംസ്ഥാനത്തെ കുട്ടികൾക്ക് നേരെ ചൂഷണങ്ങളും ബാലവേലയും ബാലഭിക്ഷാടനവും പ്രതിരോധിക്കുക എന്ന ലക്ഷ്യവുമായി സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ശരണബാല്യം. ഷെയ്ഖ് ഹസീന ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു? ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയായിരുന്നു ഷെയ്ഖ് ഹസീന. 2024 T20 ലോകകപ്പിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ എത്ര റൺസിനാണ് പരാജയപ്പെടുത്തി ചാമ്പ്യന്മാരായത്? 7 റൺസിന്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഫലം ഏതാണ്? ചക്ക. ഇന്ത്യയുടെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്ക്. ആന എന്നർത്ഥം വരുന്ന പദത്തിൻ്റെ പേര് എന്താണ്? ഗജം. പോക്സോ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2012. ഇലകൾക്ക് പച്ചനിറം നൽകുന്ന വർണ്ണകം ഏതാണ്? ഹരിതകം അഥവാ ക്ലോറോഫിൽ. നിർമ്മിത ബുദ്ധിക്ക് അടിത്തറ പാകിയ മെഷീൻ ലേണിംഗ് വിദ്യകൾ വികസിപ്പിച്ചെടുത്തതിന് 2024 ഭൗതിക ശാസ്ത്ര നോബൽ സമ്മാനം ജോൺ ഹോപ്പ് ഫീൽഡിനും മറ്റാർക്കുമാണ് ലഭിച്ചത്? ജെഫ്രി ഹിൻഡൺ. ലോക അഹിംസാ ദിനം എന്നാണ്? ഒക്ടോബർ 2. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ രേഖയായ റെഡ് ലിസ്റ്റ് അഥവാ റെഡ് ഡാറ്റ ബുക്ക് പുറത്തിറക്കുന്ന പരിസ്ഥിതി സംഘടന ഏതാണ്? IUCN അഥവാ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സ്. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ഏത്? 1942. 2005 സ്റ്റീവ് ചെൻ, ജാവേദ് കരീം എന്നിവർ ചേർന്ന് രൂപം നൽകിയ വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ഏതാണ്? യൂട്യൂബ്. രാജ്യത്തിന് അഭിമാനമായ വീണ്ടം തുറമുഖം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് വീണ്ടം തുറമുഖം. ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കുകളിൽ ഒന്നായ 460-ലേറെ വർഷം പഴക്കമുള്ള കന്നിമാറ തേക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് വന്യജീവി സങ്കേതത്തിലാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൽ. നമ്മുടെ രാജ്യത്ത് ആദ്യമായി യുനെസ്കോ സാഹിത്യ നഗര പദവി നേടിയ സ്ഥലം ഏത്? കോഴിക്കോട്. ചിത്രത്തിൽ കാണുന്ന പ്രശസ്ത പക്ഷി നിരീക്ഷകൻ ഏതാണ്? സൂചന. കേരളത്തിലെ പക്ഷികൾ എന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണ്. ഇന്ദുചൂടൻ. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച മലയാളി ഗോൾ കീപ്പർ? പ്രിയാർ ശ്രീജേഷ്. വയനാട് ജില്ല രൂപീകരിച്ചത് എന്നായിരുന്നു? 1980 നവംബർ 1. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി ഏതാണ്? ഇപ്പോഴത്തെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു. ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി? പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ.
ഏത് ജില്ലയിലാണ് മുണ്ടക്കൈ, ചൂരൽമല തുടങ്ങിയ ദുരന്തബാധിത പ്രദേശങ്ങൾ? വയനാട് ജില്ലയിൽ. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഏത് നവോത്ഥാന നായകൻ്റെ വാക്കുകളാണിത്? ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത്തായ വാക്കുകളാണ് ഇത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ 2 മെഡൽ നേടി ചരിത്രം കുറിച്ച ഇന്ത്യക്കാരി മനു ഭാക്കർ. ആട്ടം എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആരായിരുന്നു? ആനന്ദ് ഏകർഷി. അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം? ക്രിസ്ത്യാനോ റൊണാൾഡോ. 900 ഗോളാണ് നേടിയത്. പ്രഭാത നക്ഷത്രം എന്ന കവിത രചിച്ചത് ആരാണ്? കുമാരനാശാൻ. ശാസ്ത്രീയമായി ഏത് ജീവിയെ വളർത്തുന്നതിനെയാണ് ക്യൂണിക്കൾച്ചർ എന്ന് പറയുന്നത്? മുയലിനെ വളർത്തുന്നതിന്. പ്രാചീന കവിത്രയത്തിൽപ്പെട്ട ഏത് കവിയാണ് കൃഷ്ണഗാഥ രചിച്ചത്? ചെറുശ്ശേരി. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് ഏതാണ്? ഈഡിസ് ഈജിപ്തി. 2028 ഒളിമ്പിക്സ് നടക്കുന്നത് ഏത് നഗരത്തിലാണ്? ലോസ് ആഞ്ചലസ്, അമേരിക്കയിലാണ് ഈ നഗരം. ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ എടുത്താൽ അവസാനത്തെ സ്വരാക്ഷരം ഏതാണ്? യു. കേരളത്തിലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? വി. ശിവൻകുട്ടി. താഴെ തന്നിരിക്കുന്നവയിൽ ഭൂഖണ്ഡം ഏതാണ്? ഇഞ്ചി, മരച്ചീനി, ബീറ്റ്റൂട്ട്, ക്യാരറ്റ്. ഉത്തരം ഇഞ്ചി. 1888 അരുവിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠ നടത്തിയത് ആരാണ്? ശ്രീനാരായണ ഗുരു. 1893 വില്ലുവണ്ടിയിൽ ചരിത്രയാത്ര നടത്തിയ നവോത്ഥാന നായകൻ? അയ്യങ്കാളി. കേരളത്തിലെ ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്ന നഗരം ഏത്? നെല്ലിയാമ്പതി. 1-നും 50-നും ഇടയിലുള്ള ഏറ്റവും വലിയ അഭാജ്യസംഖ്യ ഏത്? 47. വൈഫൈ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്ത്? വയർലെസ് ഫിഡലിറ്റി. സാമൂഹ്യ മാധ്യമമായ എക്സിൻ്റെ പഴയ പേര് എന്ത്? ട്വിറ്റർ. ചാന്ദ്രയാൻ 3 റോവറിൻ്റെ പേര് എന്താണ്? പ്രഗ്യാൻ. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഗുജറാത്ത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് സ്ഫോടനത്തെ അതിജീവിച്ചവർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഹിബാകുഷ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത ഉള്ള ജില്ല ഏത്? തിരുവനന്തപുരം. താഴെ തന്നിരിക്കുന്നവയിൽ സസ്യശാസ്ത്രജ്ഞ ആരാണ്? സുഗതകുമാരി, ജാനകി അമ്മാൾ, ദാക്ഷായണി വേലായുധൻ. ജാനകി അമ്മാൾ. കേരളത്തിലെ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്നത് ഏത് വർഷത്തിലായിരുന്നു? 1957. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏത്? കാസർഗോഡ്. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്ന വർഷം? 1920. ഏത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത്? ഖിലാഫത്ത് പ്രസ്ഥാനം. ബോണസ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്നത് ഏത് നഗരമാണ്?
നിങ്ങളുടെ ഉത്തരം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.